പ്രൊഫഷണലി ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ആസ് എ ജേർണലിസ്റ്റ് നല്ല എന്താ പറയാ ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കാണ് മിക്കവാറും ദിവസം ഉണ്ടാവുക. വൈകുന്നേരം 3:30 കയറി കഴിഞ്ഞാൽ രാത്രി ഒരുപാട് സമയം ലേറ്റ് ആയിട്ടായിരിക്കും വരാൻ പറ്റുക. പൊതുവെ എല്ലാവരും ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഞാൻ ജോലി ചെയ്യായിരിക്കും. എനിക്ക് രാവിലെ കുറച്ച് സമയം മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. ആ സമയത്ത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ലേൺ വൈസ് ഞാൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ അസൈൻമെന്റ് എന്നുള്ളതൊരു വലിയ ഒരു അറ്റംപ്റ്റ് ആണ്. അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിനെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ബാധിക്കും. അപ്പോ അസൈൻമെന്റ് ചെയ്യാൻ ലേൺ വൈസ് നമുക്ക് തന്നൊരു ഹെൽപ്പ് എന്നുള്ളത് ഒരു ചെറിയ ഹെൽപ്പായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് എനിക്കൊരു ലീവ് ഉള്ളത്. ആ ദിവസം ഫുൾ ഞാൻ പഠിക്കാൻ മാത്രമായിട്ട് മാറ്റി വെക്കാറുണ്ട്. കാരണം ആ ദിവസം മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ മനീഷ മാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ ഉടനെ റെസ്പോൺസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ലീവ് ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പറയും, ഇന്ന ദിവസം ലീവാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു റെസ്പോൺസ് തന്നെ നമ്മളെ നല്ല പോലെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ മാമിനോട് പറയാറുണ്ട്, എനിക്ക് കുറച്ച് വർക്ക് കൂടുതലുള്ള ദിവസമാണ്, അല്ലെങ്കിൽ ഈ ആഴ്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പറയും, സാരില്ല, അത് സമയം എടുത്ത് ചെയ്താൽ മതി, ഇനി ഇത്രയും ദിവസം ഉണ്ടല്ലോ, എക്സാമിന് മുമ്പാണെങ്കിലും അതെ, അസൈൻമെന്റിന് മുമ്പാണെങ്കിലും അതെ, ഇത്രയും ദിവസം ഉണ്ടല്ലോ, അതൊന്നും സാരില്ല, നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു മെന്റൽ സപ്പോർട്ട് തരുന്നത് തന്നെ ലേൺ വൈസിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ ഒരു വർഷം എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലേൺ വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. എല്ലാവരും അത് വൈസ്ലി ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൊരു ഒപ്പീനിയൻ. കോമ്പസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 3 സ്റ്റെപ്പായിട്ടാണല്ലോ തന്നിട്ടുണ്ടായിരുന്നത്. ലോ, മീഡിയം, ഹൈ എന്നുള്ള ഒരു റേഞ്ചിലാണല്ലോ തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും ഈ ഹൈ ഈൽഡ് ഉള്ള ഇതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, സെക്ഷനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് മാം തരുന്ന വീഡിയോസിന്റെ ലിങ്ക് നോക്കി അതല്ലാതെ കൂടുതൽ എന്തൊക്കെയാണ് ഇപ്പൊ ഗോൾഡൻ ഇമോജി ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ലാസ്റ്റ് ദിവസമായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചത് കൊണ്ടും എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് വിത്തൗട്ട് എനി എഫേർട്ട് എനിക്ക് ആ ഗോൾഡൻ ഇമോജി ഉള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കണക്ട് ചെയ്യാനും അതിന് ആൻസർ ചെയ്യാനും ഒക്കെ പറ്റിയത്. ഇപ്പൊ നമുക്ക് എക്സാമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എനിക്ക് ഉറപ്പാണ് ഒരു 70 to 80% വരെ ലേൺ വൈസ് തന്ന അല്ലെങ്കിൽ ലേൺ വൈസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ സെയിം ആണ്. എന്താണോ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ കോമ്പസ് എന്നുള്ളത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ഇപ്പോ സാധാരണ സെൽഫ് ലേൺ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, ഏത് പോർഷനാ അറ്റൻഡ് ചെയ്യേണ്ട, ഏത് പോർഷനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ടേ ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നോക്കി പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും ഗോൾഡൻ ഇമോജി ആയിട്ട് ഇട്ട് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതില്ലാന്നുണ്ടെങ്കിൽ എക്സാം എന്നുള്ള കാര്യം നമ്മൾ ആകെ ടെൻഷനായി പോയേനെ. എന്ത് ചെയ്യും, എങ്ങനെയാണ് കവർ ചെയ്യാന്നുള്ള കാര്യത്തിൽ നല്ല ടെൻഷനായി പോയേനെ.